കാത്തിരിക്കുന്നതിൽ അർത്ഥമുള്ളതായിട്ട് അങ്കിളിന് തോന്നുന്നുണ്ടോ? നീ എന്നെ ഇങ്ങിട്ട് വിഷമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ചെയ്യാവുന്നതല്ല ഞാൻ ചെയ്യും. പക്ഷെ അവൾ സമ്മതിച്ചിട്ട് വേണ്ടേ? മറ്റൊരാളെയാണ് സോഫി വിവാഹം കഴിക്കുന്നതെങ്കിൽ അങ്കിൾ എനിക്ക് പ്രോമിസ് ചെയ്ത സ്വത്തുക്കൾ മറ്റാരുടെ കയ്യിൽ ചെല്ലും. സ്വത്തുക്കൾ മാത്രമാണ് നിന്റെ ചിന്ത അല്ലേ? അതെ, അത് മാത്രമാണ്. എനിക്ക് എന്റെ ഭാവി നോക്കണ്ടേ? എങ്കിൽ എന്റെ മകളുടെ ഭാവിയെക്കുറിച്ച് എനിക്കൊന്ന് ആലോചിക്കണേ. അങ്കിളെ, എനിക്കൊന്നും ആലോചിക്കാനില്ല. ഇതെന്ത് പറ്റി സോഫി? ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്ത് പറ്റി പറയൂ. ഒരുത്തം കൊല്ലാൻ വേണ്ടി കടലിലെറിഞ്ഞിട്ടും ദൈവം മരിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് ഇന്നും ഞാൻ ജീവിക്കുന്നു. പത്രപരസ്യം കണ്ട് ചിന്നമോളുടെ ആഴിയാകാൻ വന്ന ഞാൻ ആ വീട്ടിലെല്ലാമായി. ഞാൻ എന്നെ തന്നെ മറന്ന് സന്തോഷിച്ചു പോയി സച്ചി. നോക്ക്, ഓട്ടപ്പന്തയത്തിൽ ഒന്നാം സ്ഥാനത്തെത്താറാവുമ്പോൾ വെറുതെ തിരിഞ്ഞു നോക്കരുത്. തോൽക്കാൻ അത് മതി. തോറ്റുപോയി, ഞാൻ പിന്നെയും തോറ്റുപോയി സച്ചി. സോഫി, നീ ഇപ്പോഴും എന്തൊക്കെയോ എന്നിൽ നിന്ന് ഒളിക്കുന്നു. എന്തായാലും എന്നോട് പറയ് പ്ലീസ്. അത് ഞാൻ ഒന്നുമില്ല. വെഡിങ് സച്ചിദാനന്ദൻ വിത്ത് സോഫി. ഈ ആലോചന കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഡീഡ് അടിച്ചു മാറ്റിയപ്പോഴേ ഞാൻ പറഞ്ഞു, അമ്മാവൻ ജീവിച്ചിരിക്കുമ്പോ ആ ഡീഡ് വെറും ഒരു കടലാസുണ്ടാണെന്നും അയാളെ തട്ടിക്കളയണമെന്നും. പക്ഷെ നിന്റെ കൈ പറിച്ചു. ഇപ്പോ മനസ്സിലാശിച്ച പെണ്ണും മറ്റൊരുത്തനോട് പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞു. പരിഹരിക്കാൻ എളുപ്പമാണ്. പരിഹരിക്കാനും എങ്ങനെ? വിവാഹം. സോഫിയും ശിവനും തമ്മിലുള്ള വിവാഹം. നോ, സോഫി ഒരിക്കലും എന്റെ കൂടെ ഇറങ്ങി വരില്ല. എല്ലാ കാര്യവും എല്ലാവരുടെ ഇഷ്ടത്തിനും നടന്നു വരില്ല. നിനക്ക് സോഫിയ വേണോ? ഇറക്കിക്കൊണ്ട് വരണം. എങ്ങനെ? പറഞ്ഞുതരാം. ഞാനുണ്ട് കൂടെ, എല്ലാത്തിനും, എപ്പോഴും. ഹായ് മോളെ. മാനത്തുള്ള നക്ഷത്രങ്ങളെ ഈ മണ്ണിലിരുന്ന് പഠിക്കാം. അങ്ങോട്ടുള്ള ദൂരം അളക്കാം. പരിശ്രമിച്ചാൽ ഒരിക്കൽ അവിടെ പറന്നു ചെല്ലാം. പക്ഷേ മനുഷ്യന്റെ മനസ്സിലേക്കുള്ള ദൂരം അളക്കാൻ പറ്റില്ല. പറയൂ സോഫി. അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നല്ലോ. ചിന്നുമോളെ, ചിന്നുമോളെ, ചിന്നുമോളെ.
ചിന്നമോളെ, അയ്യോ, എന്റെ മോളെവിടെ സച്ചി? ചിന്നമോളെ, 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 ചിന്നമോളെ. നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച് മരിക്കണമെന്ന് കൊതിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ എന്റെ കുഞ്ഞ് ഇത്രയും കണ്ണിച്ചൊറയില്ലാത്തവനായി പോയല്ലോ ഈശ്വരൻ. ഒരു വിവരമില്ലേടോ എന്റെ കുഞ്ഞിനെ കുറിച്ച്. പോലീസ് എല്ലാ വഴിക്കും അന്വേഷിക്കുന്നുണ്ട്. സത്യം ഇവിടെ സ്റ്റേഷനിൽ തന്നെ ഇരിക്കുക. ഈശ്വര, ആന്റിയുടെ വാ. ചിന്നുമോള് പറഞ്ഞെങ്കിലേ ആന്റി വരുമെന്ന് ഈ അങ്കിള് പറഞ്ഞു. എനിക്ക് ആന്റിയെ അപ്പൂപ്പനെ സച്ചിനും ഒക്കെ കാണണം. വേഗം വാ ആന്റി. ഇവിടെ അപ്പനെ ഇരുട്ടാ. എന്റെ കുഞ്ഞ് ബഹളം വെച്ച് മറ്റുള്ളവരെ അറിയിച്ചാൽ നിന്റെ കുഞ്ഞ് എന്നേക്കുമായി ഉറങ്ങും. നേരം പുലരും മുമ്പേ ചീരമലയിലെ പഴയ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വരണം, ഒറ്റയ്ക്ക്. നിന്നെ ഏറ്റവും സുന്ദരിയാക്കുന്ന ആ മഞ്ഞ സാരി കൊടുത്തു ചീരമലയിലെ ശിവക്ഷേത്രത്തിൽ പുലർച്ചെ നമ്മുടെ വിവാഹം നടക്കും. ചിന്നുവിനെയും കൂട്ടി നീ തിരിച്ചു പോരും. പിന്നെ എന്ത്, എങ്ങനെ എന്നൊന്നും നീ ചിന്തിക്കണം. ഇല്ല, ഞാൻ വരില്ല. വേണ്ട, അപ്പോ ചിന്നുവിനെ മരിക്കാൻ അനുവദിക്കാമല്ലോ. മറ്റാരെങ്കിലും അറിഞ്ഞാൽ നിന്റെ ചിന്നുമോളുടെ ശവമായിരിക്കും. ആ കൊച്ചു ജീവിക്കണോ മരിക്കണോന്ന് നീ തന്നെ തീരുമാനിച്ചു. സച്ചി, വല്ല വിവരം കിട്ടിയോ മോനെ? സച്ചി, ചതിച്ചല്ലോ മോനെ. പ്രിയപ്പെട്ട സച്ചിക്ക്, നമ്മുടെ ചിന്നമോൾ ശിവന്റെ കയ്യിലുണ്ട്. ഞാൻ അങ്ങോട്ട് പോന്നു. ശിവന് വേണ്ടത് മേനോൻ സാറിന്റെ സ്വത്തുക്കളും പിന്നെ ഞാനും. എന്നെ സമർപ്പിച്ച് അവന്റെ ആശ നിറവേറ്റാനല്ല എന്റെ യാത്ര. അവനെ കൊല്ല